Dear students, third semester BComന്റെ ബേസിക് ന്യൂമറിക്കൽ മെത്തേഡ്സ് എന്ന പേപ്പറിൻ്റെ 35ാമത്തെ വീഡിയോ ഹാർമോണിക് പ്രോഗ്രഷൻ്റെ സെക്കൻഡ് പാർട്ട്. റിലേഷൻ ബിറ്റ്വീൻ അരിത്തമെറ്റിക് മീൻ, ജോമെട്രിക് മീൻ ആൻഡ് ഹാർമോണിക് മീൻ. അരിത്തമെറ്റിക് മീനും ജോമെട്രിക് മീനും ഹാർമോണിക് മീനും തമ്മിലുള്ള റിലേഷൻ. Arithmetic mean between a and b equal to a plus b by 2. Geometric mean between a and b equal to root ab. Harmonic mean between a and b equal to 2ab by a plus b. Arithmetic mean between a and b is a plus b by 2. Geometric mean between a and b is root ab. Harmonic mean between a and b is 2ab by a plus b. എയും ബിയും ഈക്വൽ ആണെങ്കിൽ ഈ വാല്യൂസ് എല്ലാം തുല്യമായിരിക്കും. എ പ്ലസ് ബി ബൈ 2 എന്ന് പറഞ്ഞാലും റൂട്ട് എ ബി എന്ന് പറഞ്ഞാലും 2ab ബൈ എ പ്ലസ് ബി എന്ന് പറഞ്ഞാലും ഈക്വൽ ആയിരിക്കും. എയും ബിയും തുല്യമാണെങ്കിൽ എ പ്ലസ് ബി ബൈ 2, എ പ്ലസ് എ ബൈ 2, 2a ബൈ 2 എന്ന് കിട്ടി. അതുപോലെ റൂട്ട് എ ബി, റൂട്ട് എ ഇൻറ്റു എ, റൂട്ട് എ സ്ക്വയർ, അതും എന്ന് കിട്ടും. ഇനി 2ab ബൈ എ പ്ലസ് ബി, 2a സ്ക്വയർ ബൈ 2a, അത് സിംപ്ലിഫൈ ചെയ്താലും എ. അപ്പോൾ എയും ബിയും തുല്യമാണെങ്കിൽ അരിത്തമെറ്റിക് മീനും ജോമെട്രിക് മീനും ഹാർമോണിക് മീനും തുല്യമാണ്. ഇനി എയും ബിയും ഡിഫറെൻറ്റ് വാല്യൂസ് ആണെങ്കിൽ എ പ്ലസ് ബി ബൈ 2 ഗ്രേറ്റർ ദാൻ റൂട്ട് എ ബി ഗ്രേറ്റർ ദാൻ 2ab ബൈ എ പ്ലസ് ബി. എയും ബിയും വ്യത്യസ്ത നമ്പറുകളാണെങ്കിൽ എ പ്ലസ് ബി ബൈ 2 ഗ്രേറ്റർ ദാൻ റൂട്ട് എ ബി ഗ്രേറ്റർ ദാൻ 2ab ബൈ എ പ്ലസ് ബി. അപ്പോൾ നമുക്ക് ജനറലായിട്ട് ഇങ്ങനെ പറയാം, എ പ്ലസ് ബി ബൈ 2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു റൂട്ട് എ ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2ab by a plus b. a plus b by 2 റൂട്ട് എ ബിയും 2ab by a plus bയും ഈക്വൽ ആവണമെങ്കിൽ എയും ബിയും തുല്യമായിരിക്കണം. എയും ബിയും ഡിഫറെൻ്റ് ആണെങ്കിൽ a plus b by 2 ഗ്രേറ്റർ ദാൻ റൂട്ട് എ ബി ഗ്രേറ്റർ ദാൻ 2ab by a plus b. അതായത് അരിത്തമെറ്റിക് മീൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ജോമെട്രിക് മീൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഹാർമോണിക് മീൻ. ഏറ്റവും വലുത് അരിത്തമെറ്റിക് മീനാണ്, ഏറ്റവും ചെറുത് ഹാർമോണിക് മീൻ ആയിരിക്കും. Arithmetic mean greater than or equal to geometric mean greater than or equal to harmonic mean. നമുക്കിതൊന്ന് പ്രൂവ് ചെയ്യാം. എ പ്ലസ് ബി ബൈ 2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു റൂട്ട് എ ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2ab ബൈ എ പ്ലസ് ബി എന്ന് കിട്ടുമെന്ന് നമുക്ക് നോക്കാം. We know that root a minus root b whole square greater than or equal to 0. എയും ബിയും ഈക്വൽ ആണെങ്കിൽ റൂട്ട് എ മൈനസ് റൂട്ട് ബി ഹോൾ സ്ക്വയർ ഈക്വൽ ടു 0 ആയിരിക്കും. ഇനി എയും ബിയും ഡിഫറെൻറ്റ് നമ്പേഴ്സ് ആണെങ്കിൽ റൂട്ട് എ മൈനസ് റൂട്ട് ബി ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിരിക്കും, കാരണം സ്ക്വയർ ആണ്. സ്ക്വയർ ചെയ്താൽ പോസിറ്റീവ് വാല്യൂ വരും. ഇനി റൂട്ട് എ മൈനസ് റൂട്ട് ബി ഹോൾ സ്ക്വയർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ എ മൈനസ് ബി ഹോൾ സ്ക്വയർ a square minus 2ab plus b square. അതായത് ഇവിടെ റൂട്ട് എയുടെ സ്ക്വയർ എ മൈനസ് 2 ഇൻറ്റു റൂട്ട് എ ഇൻറ്റു റൂട്ട് ബി, റൂട്ട് എ സ്ക്വയർ എ മൈനസ് 2 ഇൻറ്റു റൂട്ട് എ ഇൻറ്റു റൂട്ട് ബി, ദാറ്റ് ഈസ് 2 റൂട്ട് എ ബി പ്ലസ് റൂട്ട് ബിയുടെ സ്ക്വയർ ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ഈ എ പ്ലസ് ബി ഇവിടെ നിർത്തിയിട്ട് മൈനസ് 2 റൂട്ട് എ ബി റൈറ്റ് സൈഡിലേക്ക് പോയാൽ എ പ്ലസ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 റൂട്ട് എ ബി എന്ന് കിട്ടി. ഈ 2 ലെഫ്റ്റ് സൈഡിലേക്ക് വന്നാൽ എ പ്ലസ് ബി ബൈ 2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു റൂട്ട് എ ബി. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഒരു ഇക്വേഷൻ കിട്ടി. എന്താണ്? അരിത്തമെറ്റിക് മീൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ജോമെട്രിക് മീൻ എന്നുള്ള കണ്ടീഷനായി. എ പ്ലസ് ബി ബൈ 2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു റൂട്ട് എ ബി. അപ്പോൾ എങ്ങനെയാണ് ചെയ്തത്? എയും ബിയും ഏത് രണ്ട് റിയൽ നമ്പേഴ്സ് ആണെങ്കിലും റൂട്ട് എ മൈനസ് റൂട്ട് ബി ഹോൾ സ്ക്വയർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് എഴുതാം. പിന്നെ കാരണം ഇതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആണ്, അപ്പോൾ എപ്പോഴും പോസിറ്റീവ് ആവും. ഇനി രണ്ട് ഈക്വൽ ആണെങ്കിൽ 0 വരും. അപ്പോൾ റൂട്ട് എ മൈനസ് റൂട്ട് ബി ഹോൾ സ്ക്വയർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 മീൻസ് റൂട്ട് എ സ്ക്വയർ ദാറ്റ് ഈസ് എ മൈനസ് 2 ഇൻറ്റു റൂട്ട് എ ഇൻറ്റു റൂട്ട് ബി 2 റൂട്ട് എ ബി പ്ലസ് റൂട്ട് ബി സ്ക്വയർ ദാറ്റ് ഈസ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. That is a plus b greater than or equal to ഈ മൈനസ് 2 റൂട്ട് എ ബി റൈറ്റ് സൈഡിലേക്ക് പോയി 2 റൂട്ട് എ ബി.
ഇനി ആ 2 ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ എ പ്ലസ് ബി ബൈ 2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു റൂട്ട് എ ബി ഇക്വേഷൻ നമ്പർ 1. നമ്മളിത് ഒരിക്കൽ കൂടി എഴുതണം. എ പ്ലസ് ബി ബൈ 2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു റൂട്ട് എ ബി. ഇനി നമുക്ക് ഹാർമോണിക് പ്രോഗ്രഷൻ ആണ് കൊണ്ടുവരേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് രണ്ട് സൈഡിലും റൂട്ട് എ ബി കൊണ്ട് ഗുണിച്ചു. എ പ്ലസ് ബി ബൈ 2 ഇൻറ്റു റൂട്ട് എ ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു റൂട്ട് എ ബി ഇൻറ്റു റൂട്ട് എ ബി. രണ്ട് സൈഡിലും ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും റൂട്ട് എ ബി കൊണ്ട് ഗുണിച്ചു. അപ്പോൾ എന്ത് വരും? എ പ്ലസ് ബി ഇൻറ്റു റൂട്ട് എ ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ഈ ബൈ 2 റൈറ്റ് സൈഡിലേക്ക് പോയി, 2 റൂട്ട് എ ബി ഇൻറ്റു റൂട്ട് എ ബി, എ ബി 2ab. എ പ്ലസ് ബി ഇൻറ്റു റൂട്ട് എ ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ഈ ബൈ 2 റൈറ്റ് സൈഡിലേക്ക് പോയി 2ab എന്ന് കിട്ടി. നമുക്ക് ഈ റൂട്ട് എ ബി ഇവിടെ നിർത്താം. റൂട്ട് എ ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2ab, ലെഫ്റ്റ് സൈഡിൽ എ പ്ലസ് ബി റൈറ്റ് സൈഡിലേക്ക് പോയപ്പോൾ ബൈ എ പ്ലസ് ബി. ഇവിടെ എ പ്ലസ് ബി ഇൻറ്റു റൂട്ട് എ ബി ആയിരുന്നു. അപ്പോൾ ഇൻറ്റു എ പ്ലസ് ബി റൈറ്റ് സൈഡിലേക്ക് പോയപ്പോൾ ഡിവൈഡഡ് ബൈ എ പ്ലസ് ബി. അപ്പോൾ നമുക്ക് കിട്ടി റൂട്ട് എ ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2ab ബൈ എ പ്ലസ് ബി ഇക്വേഷൻ നമ്പർ 2. അപ്പോൾ ഫസ്റ്റ് ഇക്വേഷനിൽ എ പ്ലസ് ബി ബൈ 2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു റൂട്ട് എ ബി. സെക്കൻഡ് ഇക്വേഷൻ റൂട്ട് എ ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2ab ബൈ എ പ്ലസ് ബി. അപ്പോൾ 1 ഉം 2 കൂടെ കമ്പൈൻ ചെയ്ത് എഴുതിയാൽ ഫ്രം 1 and 2 we get a plus b by 2 greater than or equal to root ab greater than or equal to 2ab by a plus b. a plus b by 2 greater than or equal to root ab greater than or equal to 2ab by a plus b. അതായത് അരിത്തമെറ്റിക് മീൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ജിയോമെട്രിക് മീൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഹാർമോണിക് മീൻ. ഫൈൻഡ് ടു നമ്പേഴ്സ് whose arithmetic mean exceeds their geometric mean by 2 and whose harmonic mean is 1 by 5 of the greater number. Find two numbers whose arithmetic mean exceeds their geometric mean by 2 and whose harmonic mean is 1 by 5 of the greater number. രണ്ട് നമ്പേഴ്സ് എടുക്കുക. ലെറ്റ് പി ആൻഡ് ക്യൂ ബി ദി നമ്പേഴ്സ്. അതിൽ ഒരെണ്ണം ഗ്രേറ്റർ നമ്പർ ആണെന്ന് വിചാരിക്കുക. ലെറ്റ് ക്യൂ ഗ്രേറ്റർ ദാൻ പി. ക്യൂ ഗ്രേറ്റർ നമ്പർ ആണെന്നും വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇവിടെ ആദ്യം തന്നിരിക്കുന്നതാണ് അരിത്തമെറ്റിക് മീൻ എക്സീഡ്സ് ദെയർ ജോമെട്രിക് മീൻ ബൈ 2. അരിത്തമെറ്റിക് മീൻ എന്താണ്? പിയുടെയും ക്യൂയുടെയും അരിത്തമെറ്റിക് മീൻ പി പ്ലസ് ക്യൂ ബൈ 2. ജോമെട്രിക് മീൻ റൂട്ട് പി ക്യൂ. ലെറ്റ് ദ നമ്പേഴ്സ് ബി പി ആൻഡ് ക്യൂ. ഓൾസോ ലെറ്റ് ക്യൂ ബി ഗ്രേറ്റർ ദാൻ പി. അരിത്തമെറ്റിക് മീൻ ഈക്വൽ ടു പി പ്ലസ് ക്യൂ ബൈ 2 and geometric mean equal to root pq. ഇവിടെ തന്നിരിക്കുന്നത് അരിത്തമെറ്റിക് മീൻ എക്സീഡ്സ് ദെയർ ജോമെട്രിക് മീൻ ബൈ 2 എന്നാണ്. അരിത്തമെറ്റിക് മീൻ എന്ന് പറയുന്നത് ജോമെട്രിക് മീൻ പ്ലസ് 2 ആണ് എന്നാണ് തന്നിരിക്കുന്നത്. അരിത്തമെറ്റിക് മീൻ ഈക്വൽ ടു ജോമെട്രിക് മീൻ പ്ലസ് 2. എന്താണ് അരിത്തമെറ്റിക് മീൻ? പി പ്ലസ് ക്യൂ ബൈ 2. പി പ്ലസ് ക്യൂ ബൈ 2 ഈക്വൽ ടു റൂട്ട് പി ക്യൂ പ്ലസ് 2. ദാറ്റ് ഈസ് p plus q by 2 minus 2 equal to root pq equation number 1. p plus q by 2 minus 2 equal to root pq equation number 1. ഇനി അടുത്ത് തന്നിരിക്കുന്നത് ഹാർമോണിക് മീൻ ഈസ് 1 by 5 of the greater number എന്നാണ്. ഹാർമോണിക് മീൻ ഈക്വൽ ടു 1 by 5 of the greater number. ഗ്രേറ്റർ നമ്പർ q ആണ്. അപ്പോൾ 1 by 5 ഇൻറ്റു q. ഹാർമോണിക് മീൻ എന്ന് പറയുന്നത് 1 by 5 ഇൻറ്റു ക്യൂ ആണ്. എന്താണ് പിയുടെയും ക്യൂയുടെയും ഹാർമോണിക് മീൻ? 2pq by p പ്ലസ് ക്യൂ. ഹാർമോണിക് മീൻ എന്ന് പറയുന്നത് 2pq by p പ്ലസ് ക്യൂ ഈക്വൽ ടു 1 by 5 ഇൻറ്റു ക്യൂ, ക്യൂ ബൈ 5. 1 by 5 ഇൻറ്റു ക്യൂ. ക്യൂ എന്ന് വെച്ചാൽ ക്യൂ ബൈ 1 ആണ്. അപ്പോൾ ക്യൂ ഇൻറ്റു 1 ക്യൂ, 5 ഇൻറ്റു 1 5 വരും, ക്യൂ ബൈ 5. 2pq by p പ്ലസ് ക്യൂ ഈക്വൽ ടു ക്യൂ ബൈ 5. That is 2p by p plus q equal to 1 by 5. ഇവിടെ 2pqയിൽ q ഉണ്ട്, റൈറ്റ് സൈഡിൽ q by 5ലും q ഉണ്ട്. അപ്പോൾ q ക്യാൻസൽ ചെയ്യാം. ലെഫ്റ്റ് സൈഡിൽ നിന്ന് ഒരു q കളയാം. അപ്പോൾ 2p വരും. റൈറ്റ് സൈഡിൽ q കളഞ്ഞാൽ 1 വരും. അപ്പോൾ 2p by p plus q equal to 1 by 5. 2p by p plus q equal to 1 by 5. അപ്പോൾ ഇവിടെ അരിത്തമെറ്റിക് മീൻ p plus q by 2, geometric mean root pq, harmonic mean 2pq by p plus q. ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത്
Arithmetic mean equal to geometric mean plus 2. Arithmetic mean exceeds their geometric mean by 2. That is arithmetic mean equal to geometric mean plus 2. Arithmetic mean എന്ന് പറയുന്നത് p plus q by 2. Geometric mean എന്ന് പറയുന്നത് root pq. അപ്പോൾ p plus q by 2 equal to root pq plus 2. ഈ plus 2 ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ p plus q by 2 minus 2 equal to root pq. അടുത്ത രണ്ടാമത്തെ ഇക്വേഷൻ ആണ്. ഹാർമോണിക് മീൻ ഈസ് 1/5 ഓഫ് ദി ഗ്രേറ്റർ നമ്പർ. ഹാർമോണിക് മീൻ ഈക്വൽ ടു 1/5 ഇൻറ്റു ഗ്രേറ്റർ നമ്പർ q ആണ് 1/5 ഇൻറ്റു q. ബട്ട് വി നോ ദാറ്റ് ഹാർമോണിക് മീൻ ബിറ്റ്വീൻ p ആൻഡ് q ഈസ് 2pq by p plus 2. അല്ലെങ്കിൽ ഹാർമോണിക് മീൻ ഓഫ് ദ ടു നമ്പേഴ്സ് p ആൻഡ് q എന്ന് പറയുന്നത് 2pq by p plus 2. 2pq by p plus q ഈക്വൽ ടു q by 5. ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ഒരു q ഉണ്ട്, ക്യാൻസൽ ചെയ്യാം. അപ്പോൾ 2p by p plus q ഈക്വൽ ടു 1/5. ക്രോസ് മൾട്ടിപ്ലൈ നമുക്ക് നേരത്തെ കിട്ടിയത് 2p by p plus q ഈക്വൽ ടു 1/5 എന്നാണ്. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ 2p ഇൻറ്റു 5 10p എന്ന് വരും. അതുപോലെ 1 ഇൻറ്റു p plus q 10p ഈക്വൽ ടു p plus q എന്ന് കിട്ടി. 10p equal to p plus q. 10p minus p for 9p equal to q. 9p equal to q or q equal to 9p. ഈ qന് പകരം 9p എന്ന് ഇക്വേഷൻ നമ്പർ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇക്വേഷൻ നമ്പർ 1 ഇതാണ്. p plus q by 2 minus 2 equal to root pq എന്നാണ്. ഇവിടെ qന് പകരം qന് പകരം 9p എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ എന്തായിരിക്കും? p plus q. qന് പകരം 9p എന്ന് കൊടുത്തു. അപ്പം 9p plus p. 9p plus p 10p. 10p by 2. 9p plus p by 2 minus 2 equal to root of p into qന് പകരം 9p എന്ന് എഴുതി. 9p plus p 10p. 10p by 2 5p. 5p minus 2 equal to root of 9p square. 5p minus 2 equal to root 9 എന്ന് വെച്ചാൽ 3. root p square p. അപ്പോൾ 5p minus 2 equal to 3p. 5p minus 2 equal to 3p. 5p equal to 3p plus 2 അല്ലെങ്കിൽ 5p minus 3p equal to 2. 2p equal to 2, p equal to 1. Five p minus 2 equal to 3p implies 5p equal to 3p plus 2. 5p minus 3p equal to 2. 2p equal to 2. p equal to 2 by 2 1. അപ്പോൾ p equal to 1 കിട്ടി. p 1 ആണെങ്കിൽ q എന്താണ്? q എന്ന് പറഞ്ഞാൽ 9p ആണ്. 9 into 1 9. q equal to 9. അപ്പോൾ p equal to 1, q equal to 9. അപ്പോൾ നമ്പേഴ്സ് 1ഉം 9ഉം ആണ്. Therefore, the two numbers are 1 and 9. Harmonic mean and geometric mean of two numbers are 14 2/5 and 24 respectively. Find the numbers. Let a and b be the numbers. Harmonic mean എന്ന് പറയുന്നത് 14 2/5 ആണ്. Geometric mean എന്ന് പറയുന്നത് 24 ആണ്. Let a and b be the numbers. അങ്ങനെയാണെങ്കിൽ ഹാർമോണിക് മീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? 2ab by a plus b. 2ab by a plus b equal to 14 2/5. 14 2/5 എന്ന് പറഞ്ഞാൽ ഇതെന്താണ്? ഇതൊരു മിക്സഡ് ഫ്രാക്ഷൻ ആണ്. 14 into 5 70 plus 2 72 72/5. 2ab by a plus b equal to 72/5. ഇനി ജോമെട്രിക് മീൻ എന്ന് പറയുന്നത് 24 ആണ്. ജോമെട്രിക് മീൻ of a and b എന്ന് പറഞ്ഞാൽ root ab. root ab equal to 24. root ab equal to 24. അപ്പോൾ നമുക്ക് കിട്ടിയത് 2ab by a plus b 72/5. അതിന് ഇക്വേഷൻ നമ്പർ 1 കൊടുത്തു. പിന്നെ ജോമെട്രിക് മീൻ ബിറ്റ്വീൻ a and b എന്ന് വെച്ചാൽ root ab ആണ്. root ab 24. root ab 24 ആണെങ്കിൽ ab
24 square, that is 576. The geometric mean between A and B is root AB equal to 24, implies AB equal to 24 square equal to 576. AB 576 കിട്ടി. ഈ വാല്യൂ ഇക്വേഷൻ നമ്പർ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എ ബിക്ക് 576 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്ത് കിട്ടും? 2ab by a plus b equal to 72 by 5. 2 into 576 by a plus b equal to 72 by 5. ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ 5 into 2 10. 10 into 576 equal to 72 ab എന്ന് കിട്ടും. 2 into 5 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ 2 into 5 10 വരും. 10 into 576 equal to 72 ab എന്ന് a plus b വരും. 72 a plus b. ആ 72 ലെഫ്റ്റ് സൈഡിലേക്ക് എടുത്താൽ 10 into 576 by 72 equal to a plus b. 72 576 8 times. അപ്പോൾ a plus b equal to 80 എന്ന് വരും. a plus b equal to 80. ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് സിംപ്ലിഫൈ ചെയ്താൽ a plus b equal to 80. അപ്പോൾ നമുക്ക് a plus b 80 എന്ന് കിട്ടി, a b 576 എന്ന് കിട്ടും. സെക്കൻഡ് ക്രോസ് മൾട്ടിപ്ലൈയിങ് we get 10 into 576 equal to 72 into a plus b, implies 10 into 576 divided by 72 equal to a plus b, implies 80 equal to a plus b. Therefore a plus b equal to 80, a plus b equal to 80, b equal to 80 minus a. Put this in 2. In that equation number 2, ab equal to 576. ab equal to 576 ബിക്ക് പകരം 80 മൈനസ് എ കൊടുത്ത് സിംപ്ലിഫൈ ചെയ്താൽ ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ കിട്ടും. എ ഇൻറ്റു 80 മൈനസ് എ ഈക്വൽ ടു 576. 80a minus a square equal to 576. 80a minus a square equal to 576. a into 80 80a, a into a square equal to 576. നമ്മളൊരു മൈനസ് കൊണ്ട് എല്ലാത്തിനെയും മൾട്ടിപ്ലൈ ചെയ്തു. അപ്പം മൈനസ് 80a മൈനസ് കൊണ്ട് ഇതിനെ കുറിച്ചാൽ പ്ലസ് എ സ്ക്വയർ ഈക്വൽ ടു മൈനസ് 576. ഇനി നമുക്ക് ഈ മൈനസ് 576 ലെഫ്റ്റ് സൈഡിലേക്ക് എടുത്താൽ എ സ്ക്വയർ, ആദ്യം എ സ്ക്വയറിന് ടേം എഴുതണം. എ സ്ക്വയർ മൈനസ് 80a പ്ലസ് 576 ഈക്വൽ ടു 0. a square minus 80a plus 576 equal to 0. ഇനി നമുക്ക് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ സിംപ്ലിഫൈ ചെയ്യുന്ന പോലെ സിംപ്ലിഫൈ ചെയ്യണം. a square minus 80a plus 576 equal to 0. ആഡ് ചെയ്താൽ മൈനസ് 80, മൾട്ടിപ്ലൈ ചെയ്താൽ 576. ആ രീതിയിൽ വാല്യൂസ് കിട്ടുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം. അതല്ലെങ്കിൽ മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ഹോൾ ഡിവൈഡഡ് ബൈ 2 എന്നുള്ള ഫോർമുല ഉപയോഗിക്കാം. അതായത് എ എന്ന് പറഞ്ഞാൽ എ സ്ക്വയറിൻ്റെ ക്വസ്റ്റ്യൻ 1, ബി മൈനസ് 80, സി 576. എ ഈക്വൽ ടു എ സ്ക്വയറിൻ്റെ ക്വസ്റ്റ്യൻ 1, ബി എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ ക്വസ്റ്റ്യൻ, അതായത് ഇവിടെ എയുടെ ക്വസ്റ്റ്യൻ മൈനസ് 80, സി 576. ബി സ്ക്വയർ മൈനസ് 4ac മൈനസ് 80 ഹോൾ സ്ക്വയർ മൈനസ് 4 ഇൻറ്റു 1 ഇൻറ്റു 576. ദാറ്റ് ഈസ് 6400 മൈനസ് 2304 4096. Root b square minus 4ac equal to root of 4096 equal to 64. x equal to minus b plus or minus root of b square minus 4ac by 2a. ഇവിടെ x അല്ല, സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ എയിലുള്ളതായതുകൊണ്ട് a ഈക്വൽ ടു എന്ന് വരും. a ഈക്വൽ ടു മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ബി സ്ക്വയർ മൈനസ് 4ac by 2a. ഇതൊരു ഐഡൻറ്റിറ്റിയാണ്, അല്ലെങ്കിൽ ഒരു ഫോർമുലയാണ്. അപ്പോൾ മൈനസ് 80 പ്ലസ് ഓർ മൈനസ് 64 by 2 ഇൻറ്റു 1. മൈനസ് ഓഫ് മൈനസ് 80 പ്ലസ് ഓർ മൈനസ് 64 by 2. അപ്പോൾ a ഈക്വൽ ടു 80 പ്ലസ് 64 by 2 ഓർ a ഈക്വൽ ടു 80 മൈനസ് 64 by 2. 80 പ്ലസ് 64 144 by 2 72. 80 മൈനസ് 64 16 by 2 8. അപ്പോൾ എയുടെ വാല്യൂ ഒന്നുകിൽ 72 അതല്ലെങ്കിൽ 8.
ഇനി എ 72 ആണെങ്കിൽ ബി 80 മൈനസ് എ എന്നാണ് എഴുതിയത്. വെൻ എ ഈക്വൽ ടു 72, ബി ഈക്വൽ ടു 80 മൈനസ് എ ഈക്വൽ ടു 80 മൈനസ് 72 ഈക്വൽ ടു 8. അപ്പോൾ എ 72 ആണെങ്കിൽ ബി 8 ആണ്. അപ്പോൾ വാല്യൂസ് നമ്മൾ രണ്ട് നമ്പേഴ്സ് കണ്ടെത്താനാണ്. ആ രണ്ട് നമ്പേഴ്സ് ഒന്നുകിൽ എ 72, ബി 8. അപ്പോൾ 72, 8 ആണ് സംഖ്യകൾ. ഇനി എ 8 ആണെങ്കിൽ രണ്ട് വാല്യൂസ് ഉണ്ട് എക്ക്. എ ഈക്വൽ ടു 72 ഓർ എ ഈക്വൽ ടു 8. വെൻ എ ഈക്വൽ ടു 72, b ഈക്വൽ ടു 8. വെൻ എ ഈക്വൽ ടു 8, then b equal to 80 minus a equal to 80 minus 8 equal to 72. Therefore, the numbers are 72 or 8. അതല്ലെങ്കിൽ 8 or 72. ഓർഡർ മാറുന്നേ ഉള്ളൂ. അപ്പോൾ സംഖ്യകൾ എന്തായാലും 72, 8 അല്ലെങ്കിൽ 8, 72 എന്ന് പറയാം. Therefore, the required numbers are 8 and 72. Therefore, the numbers are 8 and if A, B, C are in HP, prove that A minus C, A minus B are in HP. എയും ബിയും സിയും ഹാർമോണിക് പ്രോഗ്രഷനിലാണെങ്കിൽ എ മൈനസ് സി, എ മൈനസ് ബി ഹാർമോണിക് പ്രോഗ്രഷനിലാണെന്ന് പ്രൂവ് ചെയ്യാം. എയും ബിയും സിയും എച്ച് പിയിലാണെങ്കിൽ ബി ഈസ് ദി ഹാർമോണിക് മീൻ ബിറ്റ്വീൻ എ ആൻഡ് സി എന്നാണ്. അതായത് ബി ഈക്വൽ ടു 2ac ബൈ എ പ്ലസ് സി. എ ബി സി എച്ച് പിയിലാണെന്ന് എടുക്കുക. എ ബി സി എച്ച് പിയിലാണെങ്കിൽ ബി ഈക്വൽ ടു 2ac ബൈ എ പ്ലസ് സി. നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത് എ മൈനസ് സി, എ മൈനസ് ബി ആർ ഇൻ എച്ച് പി എന്നാണ്. അപ്പോൾ എ മൈനസ് സി, എ മൈനസ് ബി എച്ച് പിയിലാണെങ്കിൽ നമുക്ക് പ്രൂവ് ചെയ്യണം മിഡിൽ ടേം എന്ന് പറഞ്ഞാൽ എ മൈനസ് സി ഈക്വൽ ടു 2 ഇൻറ്റു ഫസ്റ്റ് ടേം ഇൻറ്റു തേർഡ് ടേം 2a ഇൻറ്റു എ മൈനസ് ബി ബൈ എ പ്ലസ് എ മൈനസ് ബി. അപ്പോൾ നമുക്ക് ആദ്യം എ ഇൻറ്റു എ മൈനസ് ബി കണ്ടെത്തണം. ബി ഈക്വൽ ടു 2ac ബൈ എ പ്ലസ് സി ആണ്. അപ്പോൾ ആദ്യം നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എ ഇൻറ്റു എ മൈനസ് ബി ആണ്. എ ഇൻറ്റു എ മൈനസ് ബി ഈക്വൽ ടു എ ഇൻറ്റു എ സ്ക്വയർ മൈനസ് എ ഇൻറ്റു ബി എ ബി. എ സ്ക്വയർ മൈനസ് എ ബി ഈക്വൽ ടു എ സ്ക്വയർ മൈനസ് എ ഇൻറ്റു ബി നമുക്ക് നേരത്തെ കിട്ടിയിട്ടുണ്ട് 2ac ബൈ എ പ്ലസ് സി. അപ്പോൾ നമുക്ക് കിട്ടിയത് എ ഇൻറ്റു എ മൈനസ് ബി എന്ന് പറയുന്നത് എ സ്ക്വയർ മൈനസ് എ ഇൻറ്റു 2ac ബൈ എ പ്ലസ് സി. ഇത് സിംപ്ലിഫൈ ചെയ്താൽ എ സ്ക്വയർ മൈനസ് എ ഇൻറ്റു 2ac 2a സ്ക്വയർ സി ബൈ എ പ്ലസ് സി. എ സ്ക്വയർ മൈനസ് 2a സ്ക്വയർ സി ബൈ എ പ്ലസ് സി ഈക്വൽ ടു എ സ്ക്വയർ എന്ന് വെച്ചാൽ എ സ്ക്വയർ ബൈ 1 ആണ്. അപ്പോൾ എ സ്ക്വയർ ഇൻറ്റു എ പ്ലസ് സി, എ സ്ക്വയർ ഇൻറ്റു എ പ്ലസ് സി മൈനസ് എ സ്ക്വയർ ഡിനോമിനേറ്ററിൽ 1 ഉണ്ടാവും 1 ഇൻറ്റു 2a സ്ക്വയർ സി അല്ലെങ്കിൽ 2a സ്ക്വയർ സി ബൈ എ പ്ലസ് സി. എ സ്ക്വയർ ഇൻറ്റു എ പ്ലസ് സി മൈനസ് 2a സ്ക്വയർ സി ബൈ എ പ്ലസ് സി. ഇനി ഇത് സിംപ്ലിഫൈ ചെയ്യണം. ഈക്വൽ ടു എ സ്ക്വയർ ഇൻറ്റു എ ക്യൂബ് പ്ലസ് എ സ്ക്വയർ ഇൻറ്റു സി എ സ്ക്വയർ സി മൈനസ് 2a സ്ക്വയർ സി. എ സ്ക്വയർ സി മൈനസ് 2a സ്ക്വയർ സി മൈനസ് എ സ്ക്വയർ സി. ഇവിടെ ഒരു എ സ്ക്വയർ സി, ഇവിടെ മൈനസ് 2a സ്ക്വയർ സി ആണ്. അപ്പോൾ 1 മൈനസ് 2 മൈനസ് 1 മൈനസ് എ സ്ക്വയർ സി എന്ന് വരും. എ ക്യൂബ് മൈനസ് എ സ്ക്വയർ സി ബൈ എ പ്ലസ് സി. എ ക്യൂബിലും എ സ്ക്വയറിലും കോമൺ ആയിട്ടുള്ളത് എ സ്ക്വയർ ആണ്. അപ്പോൾ എ സ്ക്വയർ ഇൻറ്റു എ സ്ക്വയർ രണ്ടിലും കോമൺ ആണ്, ഔട്ട് സൈഡ് എടുത്തു. എ ക്യൂബിൽ നിന്ന് എ സ്ക്വയർ ഔട്ട് സൈഡ് എടുത്തപ്പോൾ എ മൈനസ് എ സ്ക്വയർ ഔട്ട് സൈഡ് എടുത്തപ്പോൾ എ സ്ക്വയർ സിയിൽ സി. എ സ്ക്വയർ ഇൻറ്റു എ മൈനസ് സി ബൈ എ പ്ലസ് സി എന്ന് കിട്ടി. അപ്പോൾ എ ഇൻറ്റു എ മൈനസ് ബി ഈക്വൽ ടു എ സ്ക്വയർ ഇൻറ്റു എ മൈനസ് സി ബൈ എ പ്ലസ് സി. അപ്പോൾ നമ്മളിത് ചെയ്യാനുള്ള റീസൺ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എ മൈനസ് സി, എ മൈനസ് ബി ആർ ഇൻ എച്ച് പി എന്നാണ്. എ മൈനസ് സി, എ മൈനസ് ബി ആർ ഇൻ എച്ച് പി എന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ മിഡിൽ ടേം എ മൈനസ് സി ഈക്വൽ ടു 2 ഇൻറ്റു ഫസ്റ്റ് ടേം ഇൻറ്റു തേർഡ് ടേം
2a ഇൻറ്റു എ മൈനസ് ബി ബൈ എ പ്ലസ് എ മൈനസ് ബി എന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ ആദ്യം എ ഇൻറ്റു എ മൈനസ് ബി എന്താണെന്ന് കണ്ടെത്തണം. അതിനുവേണ്ടി എ ഇൻറ്റു എ മൈനസ് ബി സിംപ്ലിഫൈ ചെയ്തു. എ ഇൻറ്റു എ മൈനസ് ബി, എ ഇൻറ്റു എ സ്ക്വയർ, എ ഇൻറ്റു ബി എ ബി ഈക്വൽ ടു എ സ്ക്വയർ മൈനസ് എ ഇൻറ്റു ബിക്ക് പകരം 2ac ബൈ എ പ്ലസ് സി എഴുതി. സിംപ്ലിഫൈ ചെയ്തു. എ സ്ക്വയർ മൈനസ് എ ഇൻറ്റു 2ac 2a സ്ക്വയർ സി ബൈ എ പ്ലസ് സി. ഇത് സിംപ്ലിഫൈ ചെയ്യണം. എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എ സ്ക്വയർ ബൈ 1 ആണ്. അപ്പോൾ എ സ്ക്വയർ ഇൻറ്റു എ പ്ലസ് സി മൈനസ് 1 ഇൻറ്റു 2a സ്ക്വയർ സി ബൈ എ പ്ലസ് സി. എ സ്ക്വയർ ഇൻറ്റു എ ക്യൂബ്, എ സ്ക്വയർ ഇൻറ്റു സി എ സ്ക്വയർ സി മൈനസ് 2a സ്ക്വയർ സി ഡിവൈഡഡ് ബൈ എ പ്ലസ് സി. എ ക്യൂബ്, എ സ്ക്വയർ സി മൈനസ് 2a സ്ക്വയർ സി മൈനസ് എ സ്ക്വയർ സി, എ ക്യൂബ് മൈനസ് എ സ്ക്വയർ സി ബൈ എ പ്ലസ് സി ഈക്വൽ ടു എ സ്ക്വയർ ഔട്ട് സൈഡ് എടുത്തു. എ സ്ക്വയർ ഇൻറ്റു എ മൈനസ് സി ബൈ എ പ്ലസ് സി. ദാറ്റ് ഈസ് എ ഇൻറ്റു എ മൈനസ് ബി ഈക്വൽ ടു എ സ്ക്വയർ ഇൻറ്റു എ മൈനസ് സി ബൈ എ പ്ലസ് സി. ഇക്വേഷൻ നമ്പർ 1. എ ഇൻറ്റു എ മൈനസ് ബി ഈക്വൽ ടു എ സ്ക്വയർ ഇൻറ്റു എ മൈനസ് സി ബൈ എ പ്ലസ് സി. അടുത്ത് എ പ്ലസ് എ മൈനസ് ബി. നമ്മൾ നേരത്തെ എ ഇൻറ്റു എ മൈനസ് ബി ആണ് ചെയ്തത്. എ ഇൻറ്റു എ മൈനസ് ബി ആണ് ചെയ്തത്. ഇനി നമ്മൾ എ പ്ലസ് എ മൈനസ് ബി ചെയ്യണം. എ പ്ലസ് എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ 2a മൈനസ് ബി എന്നാണ്. എ പ്ലസ് എ 2a ആണല്ലോ. അപ്പോൾ എ പ്ലസ് എ മൈനസ് 2ac ബൈ എ പ്ലസ് സി ഈക്വൽ ടു 2a മൈനസ് 2ac ബൈ എ പ്ലസ് സി. അപ്പോൾ 2a ഇൻറ്റു ഇത് 2a വരും. 2a ഇൻറ്റു എ പ്ലസ് സി മൈനസ് 2ac ബൈ എ പ്ലസ് സി. ഇത് സിംപ്ലിഫൈ ചെയ്യാം. 2a ഇൻറ്റു എ 2a സ്ക്വയർ പ്ലസ് 2a ഇൻറ്റു സി 2ac മൈനസ് 2ac ബൈ എ പ്ലസ് സി. 2ac-യും മൈനസ് 2ac-യും ക്യാൻസൽ ചെയ്തു. അപ്പോൾ 2a സ്ക്വയർ ബൈ എ പ്ലസ് സി. എ പ്ലസ് എ മൈനസ് ബി ഈക്വൽ ടു 2a സ്ക്വയർ ബൈ എ പ്ലസ് സി. ഇക്വേഷൻ നമ്പർ 2. നേരത്തെ നമുക്ക് എ ഇൻറ്റു എ മൈനസ് ബി അറിയാം. ഇപ്പോൾ എ പ്ലസ് എ മൈനസ് ബി അറിയാം. അപ്പോൾ നമ്മൾ ഇനി ചെയ്യുന്നത് 2 ഇൻറ്റു എ ഇൻറ്റു എ മൈനസ് ബി ബൈ എ പ്ലസ് എ മൈനസ് ബി ചെയ്യാം. 2a ഇൻറ്റു എ മൈനസ് ബി ബൈ എ പ്ലസ് എ മൈനസ് ബി. നമുക്ക് എ ഇൻറ്റു എ മൈനസ് ബി എന്നുള്ളത് കിട്ടിയത് എ സ്ക്വയർ ഇൻറ്റു എ മൈനസ് സി ബൈ എ പ്ലസ് സി ആണ്. അപ്പോൾ 2 കൊണ്ട് ഗുണിച്ചാൽ 2a ഇൻറ്റു എ മൈനസ് ബി ആകുമ്പോൾ 2 ഇവിടെയും വരും. 2a സ്ക്വയർ ഇൻറ്റു എ മൈനസ് സി ബൈ എ പ്ലസ് സി എന്നാവും. പിന്നെ എ പ്ലസ് എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ 2a സ്ക്വയർ ബൈ എ പ്ലസ് സി. അപ്പോൾ ന്യൂമറേറ്ററിലും ഉണ്ട് 2a സ്ക്വയർ ബൈ എ പ്ലസ് സി, ഡിനോമിനേറ്ററിലും ഉണ്ട് 2a സ്ക്വയർ ബൈ എ പ്ലസ് സി. അത് ക്യാൻസൽ ചെയ്യും. 2a സ്ക്വയർ ബൈ എ പ്ലസ് സി ബൈ 2a സ്ക്വയർ ബൈ എ പ്ലസ് സി ക്യാൻസൽ ചെയ്തു. പിന്നെ അവിടെ ഉള്ളത് എ മൈനസ് സി ആണ്. അപ്പോൾ എ മൈനസ് സി എന്ന് കിട്ടി. 2a ഇൻറ്റു എ മൈനസ് ബി ബൈ എ പ്ലസ് എ മൈനസ് ബി ഈക്വൽ ടു എ മൈനസ് ബി, എ മൈനസ് സി. അതിനർത്ഥം എ മൈനസ് സി മിഡിൽ ടേമും എ ഫസ്റ്റ് ടേമും എ മൈനസ് ബി തേർഡ് ടേമും ആയിട്ടുള്ളൊരു എച്ച് പി ഉണ്ടാവുന്നതാണ്. അതായത് എ മൈനസ് സി ഈക്വൽ ടു, നമുക്ക് തിരിച്ചു പറയാം, എ മൈനസ് സി ഈക്വൽ ടു 2a ഇൻറ്റു എ മൈനസ് ബി ബൈ എ പ്ലസ് എ മൈനസ് ബി. അതായത് എ മൈനസ് സി എ മൈനസ് ബി ആർ ഇൻ എച്ച് പി. എ മൈനസ് സി എ മൈനസ് ബി ആർ ഇൻ എച്ച് പി എന്ന് പറഞ്ഞാൽ മിഡിൽ ടേം എന്ന് പറഞ്ഞാൽ എ മൈനസ് സി. മിഡിൽ ടേം ഈക്വൽ ടു 2 ഇൻറ്റു ഫസ്റ്റ് ടേം ഇൻറ്റു തേർഡ് ടേം. 2 ഇൻറ്റു എ ഇൻറ്റു എ മൈനസ് ബി ബൈ ഫസ്റ്റ് ടേം പ്ലസ് തേർഡ് ടേം എന്നാണ്. അപ്പോൾ 3 ടേംസ് എയും ബിയും സിയും എച്ച് പിയിലാണെങ്കിൽ ബി എന്ന് പറഞ്ഞാൽ 2ac ബൈ എ പ്ലസ് എന്നാണ്. 2 ഇൻറ്റു ഫസ്റ്റ് ടേം ഇൻറ്റു തേർഡ് ടേം ബൈ ഫസ്റ്റ് ടേം പ്ലസ് തേർഡ് ടേം. ഇവിടെ തന്നെ മിഡിൽ ടേം എ മൈനസ് സി ആണ്. ഇവിടെ മിഡിൽ ടേം ഈക്വൽ ടു 2 ഇൻറ്റു എ ഇൻറ്റു എ മൈനസ് ബി, 2 ഇൻറ്റു ഫസ്റ്റ് ടേം ഇൻറ്റു തേർഡ് ടേം ബൈ ഫസ്റ്റ് ടേം പ്ലസ് തേർഡ് ടേം, എ പ്ലസ് എ മൈനസ് ബി. ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ 2a ഇൻറ്റു എ മൈനസ് ബി ബൈ എ പ്ലസ് എ മൈനസ് ബി ആണ് എ മൈനസ് സി. എ മൈനസ് സി ഈക്വൽ ടു 2a ഇൻറ്റു എ മൈനസ് ബി ബൈ എ പ്ലസ് എ മൈനസ് ബി. ദാറ്റ് ഈസ് എ മൈനസ് സി എ മൈനസ് ബി ആർ ഇൻ എച്ച് പി. അപ്പോൾ എയും ബിയും സിയും എച്ച് പിയിലാണെങ്കിൽ എ മൈനസ് സി എ മൈനസ് ബി ആർ ഇൻ എച്ച് പി.
if A, B, C are in GP and A raised to x equal to B raised to y equal to C raised to z, prove that x, y, z are in HP. A, B, C are in GP and A raised to x equal to B raised to y equal to C raised to z. Prove that x, y, z are in HP. A, B, C യും ജി പിയിലാണെങ്കിൽ എന്താണ് ബി സ്ക്വയർ ഈക്വൽ ടു എ സി. ഇഫ് എ ബി സി ആർ ഇൻ ജി പി ദെൻ ബി സ്ക്വയർ ഈക്വൽ ടു എ സി. നമുക്ക് വേറൊരു കണ്ടീഷൻ കൂടെ തന്നിട്ടുണ്ട്. എ റേസ് ടു എക്സ് ഈക്വൽ ടു ബി റേസ് ടു വൈ ഈക്വൽ ടു സി റേസ് ടു സെറ്റ്. എ റേസ് ടു എക്സ് ഈക്വൽ ടു ബി റേസ് ടു വൈ ഈക്വൽ ടു സി റേസ് ടു സെറ്റ്. ടേക്ക് ദം ഈസ് ഈക്വൽ ടു കെ. അതായത് എ റേസ് ടു എക്സ് ഈക്വൽ ടു ബി റേസ് ടു വൈ ഈക്വൽ ടു സി റേസ് ടു സെറ്റ് ഈക്വൽ ടു കെ എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എ റേസ് ടു എക്സ് ഈക്വൽ ടു കെ എന്നെടുക്കാം. എ റേസ് ടു എക്സ് ഈക്വൽ ടു ബി റേസ് ടു വൈ ഈക്വൽ ടു സി റേസ് ടു സെറ്റ് ഈക്വൽ ടു കെ എന്നാണ്. അപ്പോൾ എ റേസ് ടു എക്സ് ഈക്വൽ ടു കെ, ബി റേസ് ടു വൈ ഈക്വൽ ടു കെ, സി റേസ് ടു സെറ്റ് ഈക്വൽ ടു കെ. എ റേസ് ടു എക്സ് ഈക്വൽ ടു കെ ഇംപ്ലൈസ് എ റേസ് ടു എക്സ് ഹോൾ റേസ് ടു 1 by x ഈക്വൽ ടു കെ റേസ് ടു 1 by x. എ റേസ് ടു എക്സ് ഹോൾ റേസ് ടു 1 by x ഈക്വൽ ടു കെ റേസ് ടു 1 by x. But we know that a raised to m whole raised to n, a raised to m into n. അപ്പോൾ ഇവിടെ a raised to m into n ആണ്. അപ്പോൾ x into 1 by x ആവും. a raised to x whole raised to 1 by x, a raised to m whole raised to n ആണെങ്കിൽ a raised to m into n ആണ്. അപ്പോൾ ഇവിടെ a raised to x into 1 by x equal to k raised to 1 by x. എക്സ് ഇൻറ്റു 1 by x, എക്സും എക്സും ക്യാൻസൽ ചെയ്ത് എ റേസ് ടു 1, അതായത് എ എന്ന് കിട്ടും. എ ഈക്വൽ ടു കെ റേസ് ടു 1 by x. അപ്പോൾ നമുക്കിങ്ങനെ അറിയാം, എ റേസ് ടു എക്സ് ഈക്വൽ ടു കെ ആണെങ്കിൽ എ എന്ന് പറയുന്നത് കെ റേസ് ടു 1 by x ആണ്. എ റേസ് ടു എക്സ് ഈക്വൽ ടു കെ ഇംപ്ലൈസ് എ ഈക്വൽ ടു കെ റേസ് ടു 1 by x. അപ്പോൾ നമുക്ക് എന്ത് പറയാം, ബി റേസ് ടു വൈ ഈക്വൽ ടു കെ ആണെങ്കിൽ എന്തായിരിക്കും, ബി റേസ് ടു വൈ ഈക്വൽ ടു കെ ആണെങ്കിൽ ബി ഈക്വൽ ടു കെ റേസ് ടു 1 by y. നമുക്ക് എ റേസ് ടു എക്സ് ഈക്വൽ ടു കെ ഇംപ്ലൈസ് എ ഈക്വൽ ടു കെ റേസ് ടു 1 by x. ഇനി ബി റേസ് ടു വൈ ഈക്വൽ ടു കെ ഇംപ്ലൈസ് ബി ഈക്വൽ ടു കെ റേസ് ടു 1 by y. അതുപോലെ സി റേസ് ടു സെറ്റ് ഈക്വൽ ടു കെ ഇംപ്ലൈസ് സി ഈക്വൽ ടു കെ റേസ് ടു 1 by സെറ്റ്. എ റേസ് ടു എക്സ് ഈക്വൽ ടു കെ എന്ന് വെച്ചാൽ എ ഈ എക്സ് ഹോൾ റേസ് ടു 1 by x എടുക്കുകയാണ്, കെ റേസ് ടു 1 by x. അതുപോലെ ബി റേസ് ടു വൈ കെ ആണെങ്കിൽ ബി കെ റേസ് ടു 1 by y. സി റേസ് ടു സെറ്റ് കെ ആണെങ്കിൽ സി ഈക്വൽ ടു കെ റേസ് ടു 1 by സെറ്റ്. ഇങ്ങനെ നമുക്ക് കിട്ടി. ഇനി നമ്മൾ ഈ ബി സ്ക്വയർ ഈക്വൽ ടു എ സിയിൽ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ബി സ്ക്വയർ ഈക്വൽ ടു എ സി എന്നുള്ള ഇക്വേഷനിൽ ബിക്ക് പകരം കെ റേസ് ടു 1 by y എന്നും എക്ക് പകരം കെ റേസ് ടു 1 by x, സിക്ക് പകരം കെ റേസ് ടു 1 by z എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് ഇൻ 1, ബി സ്ക്വയർ ഈക്വൽ ടു എ സി. ബിക്ക് പകരം കെ റേസ് ടു 1 by y, കെ റേസ് ടു 1 by y ഹോൾ സ്ക്വയർ ഈക്വൽ ടു എക്ക് പകരം കെ റേസ് ടു 1 by x, സിക്ക് പകരം കെ റേസ് ടു 1 by z. കെ റേസ് ടു 1 by y ഹോൾ സ്ക്വയർ ഈക്വൽ ടു കെ റേസ് ടു 1 by x ഇൻറ്റു കെ റേസ് ടു 1 by z. ലെഫ്റ്റ് സൈഡിൽ എ റേസ് ടു എം ഹോൾ റേസ് ടു എൻ, എ റേസ് ടു എം ഇൻറ്റു എൻ ആണ്. അപ്പോൾ കെ റേസ് ടു 1 by y ഇൻറ്റു 2, 1 by y ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ 2 by y, 1 by y ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ 2 by y. അതുപോലെ കെ റേസ് ടു 1 by x ഇൻറ്റു കെ റേസ് ടു 1 by z. എ റേസ് ടു എം ഇൻറ്റു എ റേസ് ടു എൻ ആണെങ്കിൽ എ റേസ് ടു എം പ്ലസ് എൻ ആണ്. 3 റേസ് ടു 4 ഇൻറ്റു 3 റേസ് ടു 2 ആണെങ്കിൽ 3 റേസ് ടു 4 പ്ലസ് 2. അതുപോലെ കെ റേസ് ടു 1 by x ഇൻറ്റു കെ റേസ് ടു 1 by z ആണെങ്കിൽ കെ റേസ് ടു 1 by x പ്ലസ് 1 by z. അപ്പോൾ ലെഫ്റ്റ് സൈഡ് കെ റേസ് ടു 1 by y ഹോൾ സ്ക്വയർ ആണ്. അപ്പോൾ കെ റേസ് ടു 1 by y ഇൻറ്റു 2, കെ റേസ് ടു 2 by y ഈക്വൽ ടു കെ റേസ് ടു 1 by x പ്ലസ് 1 by z. ലെഫ്റ്റ് സൈഡിൽ പവർ 2 by y എന്നാണ്, റൈറ്റ് സൈഡിൽ പവർ 1 by x പ്ലസ് 1 by z ആണ്. അപ്പോൾ 2 by y ഈക്വൽ ടു 1 by x പ്ലസ് 1 by z. 2 by y ഈക്വൽ ടു 1 by x പ്ലസ് 1 by z എന്നാണ്. അതിൻ്റെ മീനിങ് എന്താണ്, 2 ഇൻറ്റു മിഡിൽ ടേം ഈക്വൽ ടു ഫസ്റ്റ് ടേം പ്ലസ് തേർഡ് ടേം.
ടു ഇൻറ്റു മിഡിൽ ടേം ഈക്വൽ ടു ഫസ്റ്റ് ടേം പ്ലസ് തേർഡ് ടേം. അങ്ങനെ എഴുതണമെങ്കിൽ അതൊരു എ പി ആയിരിക്കും. ദെർഫോർ 1/x 1/y 1/z ആർ ഇൻ എ പി. 1/x 1/y 1/z ആർ ഇൻ എ പി ആണെങ്കിൽ 2 ഇൻറ്റു മിഡിൽ ടേം ഈക്വൽ ടു ഫസ്റ്റ് ടേം പ്ലസ് തേർഡ് ടേം എന്നാണ്. 1/x 1/y 1/z എ പിയിലാണെങ്കിൽ അതിൻ്റെ റെസിപ്രോക്കൽ എന്തായിരിക്കും? എച്ച് പിയിലായിരിക്കും. ദെർഫോർ എക്സ് വൈ സെഡ് ആർ ഇൻ എച്ച് പി. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. എക്സ് വൈ സെഡ് ആർ ഇൻ എച്ച് പി.